709/2023 LPST മലപ്പുറം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ പ്രവേശിച്ച, പ്രത്യേകിച്ച് മെയിൻ റാങ്ക് ലിസ്റ്റിൽ പ്രവേശിച്ച കംപ്ലീറ്റ് ആൾക്കാരുടെയും റൊട്ടേഷൻ ചാർട്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ആ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൽ നിന്നും ചില മാറ്റങ്ങൾ വരുത്തി പുതിയ അഡ്വൈസ് പ്രകാരമാണ് ഇപ്രാവശ്യം റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ആയതിനാൽ ഒരു നേരിയ മാറ്റം വന്നിട്ടുണ്ട്. അഡ്വൈസുകൾ പോകുമ്പോൾ വലിയ രീതിയിലൊന്നും മാറ്റങ്ങൾ വരുന്നതായി കാണുന്നില്ല. ചെറിയ മാറ്റങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. ആ രീതിയിൽ പുതിയ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കിയപ്പോൾ 1550 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. ആ 1550 പേർക്ക് നമ്മൾ തയ്യാറാക്കിയ റൊട്ടേഷൻ ചാർട്ടിൽ 388 പേരാണ് സപ്ലിയിൽ നിന്നും കയറി വന്നതായി കാണപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ 1938 പേര്. മെയിൻ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം കാറ്റഗറിയാണ് 812 പേര്. അതിൻ്റെ തൊട്ട് താഴെ ഇ ബി ടി ടോട്ടലി 313 പേരുണ്ട്. മെയിൻ ലിസ്റ്റിൽ നിന്ന് 312 പേരും ഒരാൾ സപ്ലിയിൽ നിന്നും കയറി വന്നിട്ടുണ്ട്. ജനറൽ കാറ്റഗറി 155. EWS 90 പേര് മെയിൻ ലിസ്റ്റിൽ നിന്നും 104 പേര് സപ്ലിയിൽ നിന്നും കയറി വന്നിട്ടുണ്ട്. വിശ്വകർമ്മ 56 പേര്, കൂടാതെ 2 പേര് സപ്ലിയിൽ നിന്ന്. OBC 50+8 58. SC കാറ്റഗറി 42 പേര് മെയിൻ ലിസ്റ്റിൽ നിന്നും 113 പേര് സപ്ലിയിൽ നിന്നും. LC 19+58 58 പേര് സപ്ലിയിൽ നിന്നാണ്. SIUC നാടാർ 6+13 6 പേര് മെയിൻ, 13 പേര് സപ്ലി. HN 3+14. D കാറ്റഗറി 2+18 ടോട്ടലി 20 പേര്. DALDCP 1. കൺവേർട്ടഡ് കാറ്റഗറി 1+19 20 പേര്. ST ഒരാൾ മെയിനിൽ നിന്നും 38 പേര് സപ്ലിയിൽ നിന്നും. അങ്ങനെ ടോട്ടലായിട്ട് 1550 പേര് മെയിനിൽ നിന്നും 388 പേര് സപ്ലിയിൽ നിന്നും. അങ്ങനെ 1938 പേരുടെ ലിസ്റ്റാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്ഡേറ്റ് ചെയ്ത കംപ്ലീറ്റ് PDF-ൻ്റെ ഫയല് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. കൂടാതെ ഇപ്രാവശ്യം എത്ര വേക്കൻസി ഉണ്ടാവുമെന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും ഒരുപാട് റിട്ടയർമെൻ്റ് ഉള്ളത് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ കൂടുതൽ ഒഴിവുകൾ ഇപ്രാവശ്യം ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. മറ്റൊരു കാര്യം, SC/ST അതിനെക്കുറിച്ചുള്ള ഡൗട്ടുകൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. SC/ST എന്തായാലും നിലവിലുള്ള പെൻഡിങ് കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും പുതിയതിൽ നിന്നും തുടങ്ങുക. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റിൽ പോയത് 746 വേക്കൻസി ആയിരുന്നു. ഓഗസ്റ്റ് മാസമായിരുന്നു. 8/8/2022 കഴിഞ്ഞ പ്രാവശ്യം അഡ്വൈസ് പോയത്. ഏകദേശം അത്രയ്ക്കും ഇപ്രാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കണം. സ്കൂളുകളിൽ പോയി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ പ്രവേശിച്ച എല്ലാവർക്കും ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു.